തൃശൂർ മണ്ണുതീയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. ഒല്ലൂക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മണ്ണുത്തി ഒല്ലുക്കര സ്വദേശിയായ സോമശേഖരന്റെ വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. രാത്രി ഉറക്കത്തിലായിരുന്ന 72 വയസ്സുകാരനായ സോമശേഖരനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. അലമാരിയിൽ സൂക്ഷിച്ച 43 പവനും സോമശേഖരന്റെ കഴുത്തിലെ 2 പവൻ മാലയുമടക്കം 45 പവൻ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. കവർച്ചക്കാരായ 3 പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നുവെന്നാണ് ഗൃഹനാഥന്റെ മൊഴി. മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതോടെ കെട്ടഴിച്ച് പുറത്തേക്ക് ഓടി വന്ന സോമശേഖരൻ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തി. നമ്മൾ ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ ഇതൊരു പക്കാ റോബറി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 3 പേര് വന്നിട്ട് ഈ വയോധികനായ ഇദ്ദേഹം മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി വന്ന് മോഷണമൊക്കെ നടത്തിയതിന് ശേഷം ആളെ ശരീരത്തിലുണ്ടായിരുന്ന 2 പവൻ മാലയും അതുപോലെ വീട്ടിലിരുന്ന ഏകദേശം 43 പവൻ, മൊത്തം ഒരു 45 പവനോളം ആഭരണങ്ങളും മോഷ്ടിച്ചു പോയതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് അതായത് സംഭവം നടന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ സമീപത്തെ മഠം വരെ മോഷ്ടാക്കൾ എത്തിയതായി പോലീസ് നായ കണ്ടെത്തി. ഫോറൻസിക് സംഘം വീടിനുള്ളിൽ നടത്തിയ തെളിവെടുപ്പിൽ ചില വിരലടയാളങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. കുടുംബസമേതമാണ് സോമശേഖരൻ ഒല്ലുക്കരയിലെ വീട്ടിൽ താമസിക്കുന്നതെങ്കിലും ഭാര്യയും മരുമകളും ഇന്നലെ ചെമ്പൂത്രയിലെ ബന്ധുവീട്ടിൽ പോയിരുന്നു. സോമശേഖരന്റെ ഏകമകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണോ കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.